ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എമർജിംഗ് ഇഷ്യൂസ് ഇൻ യൂറോപ്യൻ യൂണിയൻ എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ, formerly European Economic Community or European Common Market, is the most advanced case of economic integration. It is a unique economic and political partnership among 28 European countries. It has delivered half a century of peace, stability and prosperity, helped to raise living standards, launched a single European currency, and is progressively building a single Euro-wide market in which people, goods, service and capital move among member states as freely as within one country. The European Union was created in the aftermath of the World War II. അതായത് യൂറോപ്യൻ യൂണിയനെ ഫോർമർലി യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നും യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്നും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു മോസ്റ്റ് അഡ്വാൻസ്ഡ് കേസ് ആയിട്ടാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനെ പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു യുണീക്ക് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ണർഷിപ്പാണ് 28 യൂറോപ്യൻ കൺട്രീസ് ചേർന്നിട്ടുള്ള, അതായത് ഒരു 28 യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ണർഷിപ്പാണ്. അതേപോലെ തന്നെ ഇതിലൂടെ അവർ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പീസ്, സ്റ്റെബിലിറ്റി, പ്രോസ്പിരിറ്റി, അതേപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു സിംഗിൾ യൂറോപ്യൻ കറൻസി ആയിട്ടാണ്. അതേപോലെ തന്നെ ഒരു സിംഗിൾ യൂറോ വൈഡ് മാർക്കറ്റ്, അതായത് പീപ്പിൾസിന് ഗുഡ്സ് ആൻഡ് സർവീസ്, ക്യാപിറ്റലൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ യൂറോ വൈഡ് മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതും ഗുഡ്സും സർവീസും എല്ലാം മൂവ് ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ്, ഫ്രീലി ആയിട്ടാണെന്നാണ് പറയുന്നത്, വിത്തിൻ വൺ കൺട്രി ആയിട്ട്. പിന്നെ യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർമാത്ത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. Then European Union is the best example for most successful economic union in the world. The European Economic Community, which originally comparison of 6 nations at the time of its inception, namely Belgium, France, Federal Republic of Germany, Italy, Luxembourg and the Netherlands, was born into being on 1st January 1958 by virtue of the Treaty of Rome 1957, covering nearly 7.5% of the world population in 2014. The European Union generated as an estimated 17% share of the total global GDP in purchasing power parity, making it the largest economy in the world. Important institutions of the European Union include European Commission, the Council of the European Union, the European Council in the Court of Justice to the European Union, and the European Central Bank. The European Union was awarded the Nobel Peace Prize in the year 2012. അതായത് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത് ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് മോസ്റ്റ് സക്സസ്ഫുൾ എക്കണോമിക് യൂണിയൻ, അതായത് നമ്മുടെ വേൾഡിലെ തന്നെ മോസ്റ്റ് സക്സസ്ഫുൾ എക്കണോമിക് യൂണിയൻ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഒറിജിനലി അതിൽ എത്ര ഉണ്ട്, 6 നാഷൻസ് ചേർന്നിട്ടാണെന്നാണ് പറയുന്നത്. അത് ടൈം ഓഫ് അതിൻ്റെ ഒരു ഇൻസെപ്ഷൻ്റെ ടൈമിൽ 6 നാഷൻസ് ചേർന്നിട്ടുള്ളതായിരുന്നു യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയെന്ന് വെച്ചാൽ ബെൽജിയം, ഫ്രാൻസ്, ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, ഇറ്റലി, ലക്സിംബർഗ് ആൻഡ് നെതർലാൻഡ്സ് ആണ്. അതേപോലെ തന്നെ 2014 വേൾഡ് പോപ്പുലേഷൻ്റെ ഏകദേശം 7.5% എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ജനറേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അത് ഗ്ലോബൽ GDP, അതായത് പർച്ചേസിംഗ് പവർ പാരിറ്റി ഗ്ലോബൽ GDPയിലേക്ക് ഏകദേശം 17% എന്തുണ്ട്, ഷെയർ ഉണ്ട് എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് എന്തായിട്ട് നമ്മൾ മേക്ക് ചെയ്യാണ്, ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് നമ്മളിതിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂറോപ്യൻ യൂണിയനിൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കൗൺസിലിംഗ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്, പിന്നെ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്, പിന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ 2012 യൂറോപ്യൻ യൂണിയന് നോബൽ പീസ് പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷനായിട്ട് യൂറോപ്യൻ യൂണിയനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ ആണ്. Then the Treaty of Rome required every member country to eliminate all restrictions on the free movement of goods, labor and capital and service, maintenance of common external tariff against non-member countries, the establishment of common policies in the sphere of agriculture and transport, and closer integration in the field of monetary and fiscal matters in the entire region.
അതായത് ട്രീറ്റി ഓഫ് റോം റിക്വയർ അത് പ്രകാരം എന്താണ് എല്ലാ മെമ്പർ കൺട്രിയിലും എന്ത് ചെയ്യണേ, എല്ലാ റെസ്ട്രിക്ഷൻസും എന്ത് ചെയ്യണേ, എലിമിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഗുഡ്സ്, ലേബർ, ക്യാപിറ്റൽ, അത് സർവീസ് അതൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ നോൺ മെമ്പർ കൺട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കോമൺ എക്സ്റ്റേണൽ താരിഫ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാണ്. അതേപോലെ തന്നെ കോമൺ പോളിസീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാണ്. അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട് അതിനൊക്കെ വേണ്ടിയിട്ടൊരു കോമൺ പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റഗ്രേഷനാണ് ഇൻ ദ ഫീൽഡ് ഓഫ് മോണിറ്ററി ഫിസിക്കൽ മാറ്റേഴ്സ് ഇൻ ദ എൻ്റെ റീജിയനിൽ എന്താണ് പറയുന്നത്. ദെൻ മേജർ ഒബ്ജക്റ്റീവ്സ് ഇതിൽ പറയുന്നത് ഈ ഒരു ട്രീറ്റി പ്രകാരം പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എലിമിനേറ്റ് താരിഫ്സ്, കോട്ടാസ് ആൻഡ് അതർ ബെരിയേഴ്സ് ഓൺ ഇൻട്രാ കമ്മ്യൂണിറ്റി ട്രേഡ്. അതായത് ഇൻട്രാ കമ്മ്യൂണിറ്റി ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരിഫ്സ്, കോട്ടാസ്, അതേപോലെ തന്നെ ബെരിയേഴ്സൊക്കെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് ഡിവൈസ് എ കോമൺ കസ്റ്റം താരിഫ് ആൻഡ് ഓഫ് എ കോമൺ കൊമേഴ്ഷ്യൽ പോളിസി ടുവേഴ്സ് ദ നോൺ മെമ്പർ കൺട്രി. നോൺ മെമ്പർ കൺട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കോമൺ കസ്റ്റം താരിഫോ അല്ലെങ്കിൽ ഒരു കോമൺ കൊമേഴ്ഷ്യൽ പോളിസിയൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്ത ഒബ്ജക്റ്റീവ് അലോ ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ ദ കമ്മ്യൂണിറ്റി. വിത്തിൻ ദ കമ്മ്യൂണിറ്റിയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ അലോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഹാർമോണൈസ് ദെയർ ടാക്സേഷൻ ആൻഡ് മോണിറ്ററി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പോളിസീസ്. സോഷ്യൽ സെക്യൂരിറ്റി പോളിസീസ്, മോണിറ്ററി ടാക്സേഷൻസ് ഒക്കെ ഹാർമോണൈസ് ചെയ്യാൻ പറയുന്നു. ദെൻ അഡോപ്റ്റ് എ കോമൺ പോളിസി അഗ്രികൾച്ചർ ആൻഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കോമൺ പോളിസി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് application of the procedure to ensure the coordination of the economic policies of the members countries and to remedy their balance of payment disequilibrium. അതായത് ഇപ്പോൾ എക്കണോമിക് പോളിസീസ് കൊണ്ടുവരിക മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് അവരുടെ കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എക്കണോമിക് പോളിസീസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിസെക്വിലിബ്രിയൊക്കെ എന്ത് കൊണ്ടുവരിക, റെമഡി ചെയ്തത് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ creation of a European social fund for improving the possibilities of employment for the workers and for ensuring a rise in the standard of living. അതായത് ഒരു യൂറോപ്യൻ സോഷ്യൽ ഫണ്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് അതേപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു യൂറോപ്യൻ സോഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ടു ഫെസിലിറ്റേറ്റ് ദ എക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ബൈ ഓപ്പണിംഗ് അപ്പ് ഫ്രഷ് റിസോഴ്സസ്. അതായത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, എക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഫ്രഷ് റിസോഴ്സസ് ഒക്കെ ഓപ്പൺ ചെയ്യാനും ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ എക്കണോമിക് എക്സ്പാൻഷനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് എന്തിൽ പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് യൂറോപ്യൻ യൂണിയനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണ്. European Union law and regulation is meant to create a cohesive economic entity of its countries so that goods can flow freely across the borders of its member nations without tariffs, with the ease of one currency and the creation of one enlarged labor pool which create a more efficient distribution and use of labor. അതായത് യൂറോപ്യൻ യൂണിയൻ ലോ ആൻഡ് റെഗുലേഷൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എക്കണോമിക് എൻറ്റിറ്റി ഓഫ് ഇസ് കൺട്രീസ്, അതായത് ഗുഡ്സ് എന്ത് ചെയ്യുക, അപ്പോൾ അതിൻ്റെ മെമ്പർ നാഷൻസിൻ്റെ ബോർഡേഴ്സിലൂടെ എന്ത് ഫ്രീലി ആയിട്ട് ഗുഡ്സ് ഒക്കെ മൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്, താരിഫൊന്നും ഇല്ലാതെ. അതേപോലെ തന്നെ വൺ കറൻസി എല്ലാ നാഷൻസിനും വേണ്ടിയിട്ട് എൻ്റെ മെമ്പർ നാഷൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കറൻസി എന്ന് പറയുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു എൻലാർജ്ഡ് ലേബർ പൂൾ എന്ത് ചെയ്യുക, ക്രിയേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ക്രിയേറ്റ് എ മോർ എഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് ലേബർ എന്ത് ചെയ്യുക, മോർ എഫിഷ്യൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക അതേപോലെ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് there is a pooling of financial resources so that member nation can be bailed out or lend money for investment. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു പൂളിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ ഒരു സ്രോതസ്സാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെമ്പർ നാഷൻസ് എന്ത് ചെയ്യണം, അതിനാൽ തന്നെ മെമ്പർ നാഷൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മണി എന്ത് ചെയ്യണം, ലെൻഡ് ചെയ്യുന്നുണ്ട്, കടം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ബെയിൽഡ് ഔട്ട് അതായത് അതിന് ജാമ്യം നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത് ദിസ് ഈസ് എ ഗ്രേറ്റ് എക്സ്പെരിമെൻറ്റ് റിയലി ഇൻ കോപ്പറേഷൻ എമംഗ്സ് നാഷൻസ് who wish to be economically unified, ceding as little political and national power as possible. അതായത് ഇതൊരു ഗ്രേറ്റ് എക്സ്പെരിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത്
എന്ത് ചെയ്യേണ്ടത്, എക്കണോമിക്കലി യൂണിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലിറ്റിൽ പൊളിറ്റിക്കൽ ആൻഡ് നാഷണൽ പവറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പരമാവധി വിട്ടുകൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേഷൻ എമംഗ് ദി നാഷൻസ് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രേറ്റ് എക്സ്പെരിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. Then diplomacy and security. The European Union plays an important role in diplomacy and works to foster stability, security and prosperity, democracy, fundamental freedom and the rule of law at international level. ഡിപ്ലോമസി ആൻഡ് സെക്യൂരിറ്റിയിൽ പറയുന്ന കാര്യം, യൂറോപ്യൻ യൂണിയൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത് ഡിപ്ലോമസിയിൽ. അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഇപ്പോൾ സ്റ്റേബിലിറ്റി, സെക്യൂരിറ്റി, ഡെമോക്രസി, പ്രോസ്പിരിറ്റി എന്നൊക്കെ പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീഡത്തിലൊക്കെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ആര് പ്ലേ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്ലേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. The next, humanitarian aid. The European Union is committed to helping victims of man-made and natural disaster worldwide and support over 120 million people each year. European Union and its constituent countries is the world's leading donor of humanitarian aid. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നാച്ചുറൽ ഡിസാസ്റ്റർ, അതേപോലെ തന്നെ മാൻമെയ്ഡോ നാച്ചുറൽ ആയിട്ട് ഡിസാസ്റ്റർ കാരണം വേൾഡ് വൈഡിൽ ഒരുപാട് പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം ഈച്ച് ഇയറിലും 120 മില്യൺ പീപ്പിളിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെമ്പർ നാഷൻസും അവരെന്താണ് വേൾഡിലെ തന്നെ ലീഡിങ് ഡോണറാണ്, ഹ്യൂമനിറ്റേറിയൻ ഏരിയയിൽ തന്നെ ലീഡിങ് ഡോണർ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രേഡാണ്. ഫ്രീ ട്രേഡ് എമംഗ് ഈസ് മെമ്പർ വാസ് വൺ ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതായത് ഫ്രീ ട്രേഡ്, അതായത് എമംഗ് ദി നാഷൻസ്, ഈ ഒരു മെമ്പർ നാഷൻസ് തമ്മിലുള്ള ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. ദെൻ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചലഞ്ചസ് ആൻഡ് റിഫോംസ് ആണ്. ഫസ്റ്റ് പറയുന്ന പോയിന്റ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ സെൽഫ് എവിഡൻറ്റ് ദാറ്റ് ഓൾ ഓൾഡ് മെമ്പർ സ്റ്റേറ്റ് വിൽ സ്റ്റേ ഇൻ ദ യൂണിയൻ. ദ ട്രീറ്റി ഓഫ് ലിസ്ബൺ ഗേവ് ദ മെമ്പർ ദ റൈറ്റ് ടു ലീവ് ദ യൂറോപ്യൻ യൂണിയൻ. ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഹാസ് ഹിറ്റ് ഗ്രീസ് സോ ഹാർഡ് ദാറ്റ് മെനി പീപ്പിൾ ഹാവ് പ്രെഡിക്റ്റഡ് ഫോർ എ ലോങ് ടൈം ദാറ്റ് ദ കൺട്രി വിൽ എക്സിറ്റ് ഫ്രം ദി യൂണിയൻ. അതായത് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾഡ് മെമ്പർ സ്റ്റേറ്റ്സ് വിൽ സ്റ്റേ ഇൻ ദ യൂണിയൻ. അതായത് യൂണിയനിലെ ഓൾഡ് മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്, അവർക്ക് തന്നെ ഒരു സെൽഫ് എവിഡൻ്റ് ഇല്ല, എന്ത് എല്ലാ അംഗരാജ്യങ്ങളും യൂണിയനിൽ തുടരുമെന്ന് എന്തില്ല, അവർക്ക് തന്നെ ഒരു സ്വയം വ്യക്തമല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് ലിസ്ബൺ പ്രകാരം എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ടെന്നാണ് പറയുന്നത്, യൂറോപ്യൻ യൂണിയനിൽ ലീവ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം, ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പീപ്പിൾ എന്ത് പ്രെഡിക്റ്റ് ചെയ്യണം, ഇതിൽ എക്സിറ്റ് ഫ്രം ദി യൂണിയനിൽ നിന്നും എക്സിറ്റ് ചെയ്യും, കൺട്രീസ് എക്സിറ്റ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യണം, അവർ പ്രെഡിക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, layoffs, redundancies and migration of jobs to countries where labor is cheap affect the daily lives of European citizens. The European Union is expected to find a solution to economic problems and employment. അതായത് ലയോഫ്സ് പിരിച്ചുവിടൽ, റിഡൻഡൻസീസ് പിരിച്ചുവിടലുകൾ, അതേപോലെ തന്നെ മൈഗ്രേഷൻസ്, അതായത് തൊഴിൽ കുറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം എന്നുള്ളതൊക്കെ എന്തുണ്ട്, അതൊക്കെ ചീപ്പ് എഫക്റ്റ്, ഈ ഒരു ലേബേഴ്സൊക്കെ ചീപ്പായിട്ട് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി ലീവ്സ്, യൂറോപ്യൻ സിറ്റിസൻസിൻ്റെ ഡെയിലി ലീവ്സിന് ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഒരു എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുന്നു, യൂറോപ്യൻ യൂണിയൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, there is also demand for standard labor agreements. As a member of the World Trade Organization, the European Union is in a position to influence development worldwide. അതേപോലെ തന്നെ ഇത് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ലേബർ അഗ്രിമെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെമ്പർ ഓഫ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്തിനുള്ള പൊസിഷൻസ് ഉണ്ട്, വേൾഡ് വൈഡ് ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. The European Union is a global leader in the development of key enabling technologies. However, European Union record the translating this knowledge adopted into marketable product and service does not match these key enabling technologies. Related manufacturing is decreasing in the European Union and patents are increasingly being exploited outside the European Union. അതായത്
യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലീഡറാണ്. അതായത് ഇൻ ദ ഡെവലപ്മെൻറ്റ് കീ എനാബിളിംഗ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗ്ലോബൽ ലീഡറാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കീ എനാബിളിംഗ് ടെക്നോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പാറ്റേൺസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാണ്, പക്ഷേ ഔട്ട്സൈഡ് ദ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യാണ്, ഇത് എക്സ്പ്ലോർട്ട് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ചലഞ്ചസ് ആൻഡ് റിഫോംസ് ഓഫ് യൂറോപ്യൻ യൂണിയനിൽ പറയുന്നത്. പിന്നെ ഒരു പോയിൻ്റ് കൂടിയുണ്ട്. അതായത് യൂറോപ്യൻ ലീഡേഴ്സ് നൗ ഫിയർ ദാറ്റ് ദ ട്രാൻസ്ലാറ്റിക് സെക്യൂരിറ്റി ഗ്യാരണ്ടി വിൽ സെൻറ്റർ നോട്ട് ഓൺ അലയൻസ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് ബട്ട് പർച്ചേസ് ഓഫ് അമേരിക്കൻ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ. അതായത് യൂറോപ്യൻ ലീഡേഴ്സ് ഇപ്പോൾ എന്തിന് ഫിയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് എന്തില്ല, ഈ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടിയിൽ എന്തില്ല, അവർക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ല. പകരം അവർ എന്ത് വിചാരിക്കുകയാണ്, ഇപ്പോൾ ഈ അമേരിക്കൻ ടെക്നോളജി മെറ്റീരിയൽ അതൊക്കെ വാങ്ങും എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, യൂറോപ്യൻ ലീഡേഴ്സ് ഇപ്പോൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് എന്തിൽ പറയുന്നത്, ചലഞ്ചസ് ആൻഡ് റിഫോംസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യ എന്നുള്ളതാണ്. Then European Union works closely with India to promote peace, create jobs, boost economic growth and enhance sustainable development across the country. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ വർക്ക്സ് എന്തുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, പീസ് പ്രൊമോട്ട് ചെയ്യുന്നു, ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അക്രോസ് ദ കൺട്രിയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആസ് ഇന്ത്യ graduated from low to medium income country, the European Union India cooperation also evolved from traditional financial assistance type towards a partnership with a focus on common priorities. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ലോ ടു മീഡിയം ഇൻകം കൺട്രി ആണെന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രഡീഷണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ടായിരുന്നു, ആ ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുണ്ട്, ഒരു കോമൺ പ്രയോറിറ്റീസിൻ്റെ ആ ഒരു ഫോക്കസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ എന്ത് വരുന്നുണ്ട്, വികസിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്ത 2017 യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സമ്മിറ്റ് ലീഡേഴ്സ് reiterated their intention to strengthen cooperation on the implementation of the 2030 Agenda for Sustainable Development and agreed to explore the continuation of the European Union India development. അതായത് ഇപ്പോൾ 2017 യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉച്ചകോടി പ്രകാരം പറയുകയാണെങ്കിൽ അവരുടെ 2030 അജണ്ട എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാണ്, അത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കോപ്പറേഷൻ ചെയ്യുക, സ്ട്രെങ്തൻ കോപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളതാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഈ ഒരു ഉച്ചകോടിയുടെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാണ്, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് പറയുന്നത്. ദെൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ആസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ അക്കൗണ്ടിങ് ഫോർ $85 billion worth of trade in goods in 2017 or 13.1% of total India trade, ahead of China 11.4% and the USA 9.5%. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഒരു ലാർജ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. അതേപോലെ തന്നെ ഏകദേശം അതിൻ്റെ ട്രേഡ് വർത്ത് എത്ര ഉണ്ടെന്നാണ് പറയുന്നത്, 2017 പ്രകാരം $85 billion വർത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് 13.1% ആണ്. അത് ചൈനയുമായിട്ട് 11.4%, USA ആയിട്ട് എത്രയുള്ളൂ, 9.5% ആണ് ഉള്ളൂ എന്നാണ് പറയുന്നത്. Then European Union's share in foreign investment inflows to India has more than doubled from 8% to 18% in the last decade, making the European Union the first foreign investor in India. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഷെയർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ടു ഇന്ത്യ എന്ന് പറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ ഡബിൾ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഡിക്കേഡിൽ 8% ഉണ്ടായിരുന്നത് 18% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യത്തെ ഫസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്ററായിട്ട് നമ്മൾ പറയുന്നത് യൂറോപ്യൻ യൂണിയനാണെന്നാണ് പറയുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രിമെൻറ്റ്സ്. അപ്പോൾ അത് പ്രകാരം പറയുന്നത് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2007 അതേപോലെ തന്നെ പക്ഷേ അത് എന്തില്ല, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരുപാട് ഇഷ്യൂസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെർട്ടൻ ഇഷ്യൂസ് അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അവരതിൽ ഫെയിൽ ചെയ്യാണ്. അത് എന്തിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്, അപ്പോൾ ഡെഡ് ലോക്കിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. Data secure status not guaranteed by European Union affecting prospects of India's IT enabled exports.
അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ സൈറ്റി ആൻഡ് എനാബിൾഡ് എക്സ്പോർട്സ്, അപ്പോൾ അതിനെ എന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഡാറ്റ സെക്യൂർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, നോട്ട് ഗ്രാൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇന്ത്യ സൈറ്റി ആൻഡ് എനാബിൾഡ് എക്സ്പോർട്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ presence of non-tariff barriers on India agricultural products in the form of sanitary and phytosanitary measures which are to stringent and enable the European Union to ban many Indian agricultural products from entering its markets. അതായത് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൽ എന്ത് പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, നോൺ ടാരിഫ് ബാരിയേഴ്സ് പ്രസൻസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദൃഢമായിട്ട് നമുക്കത് ആണ്, അതുകൊണ്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അവരുടെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. European Union want India to liberalize accountancy and legal services. India denies on the grounds of already shortage of jobs. അപ്പോൾ യൂറോപ്യൻ യൂണിയന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അവരുടെ അക്കൗണ്ടൻസി ആൻഡ് ലീഗൽ സർവീസ് എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ യൂറോപ്യൻ യൂണിയൻ demands tax reduction on wines and spirits, but in India these are regarded as sin goods, and the states which derive huge revenue from liquor sales would be reluctant to cut taxes. യൂറോപ്യൻ യൂണിയൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടാക്സ് റിഡക്ഷൻ ചെയ്യുക വൈൻസ് ആൻഡ് സ്പിരിറ്റ്സിൻ്റെ ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചോളം ഇതെന്ന് പറയുന്നത് സിൻ ഗുഡ്സ് ആണ്. സ്റ്റേറ്റ്സിനെയൊക്കെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഈ ഒരു ലിക്വിഡ് എന്നാണെന്നാണ് പറയുന്നത്, സെയിൽസ് എന്നാണെന്നാണ് പറയുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, ഇത് റിഡക്ഷൻ ചെയ്യുക, ഈ ഒരു ടാക്സ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ റിഡക്ഷൻ ഓഫ് ടാക്സ് ഓൺ ഓട്ടോമൊബൈൽസ് not acceptable to India as its own automobile industry will not be able to match the competition from European Union automobiles. അതായത് റിഡക്ഷൻ ഓഫ് ടാക്സ് ഓൺ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് ആക്സെപ്റ്റബിൾ, ഇന്ത്യക്ക് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്തിനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, യൂറോപ്യൻ യൂണിയൻ ഓട്ടോമൊബൈൽസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റുമായിട്ട് പറയുന്നത്, India has cancelled most individual bilateral investment agreement with the European Union members state on ground that they were outdated. By doing this, India is putting pressure on European Union to sign bilateral investment agreement on favorable terms. അതായത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഡിവിജ്വൽ ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രിമെൻറ്റ് യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, കാരണം ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുട്ടിൻ ദ പ്രഷർ, യൂറോപ്യൻ യൂണിയനിൽ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സൈൻ ചെയ്യുക, നമുക്ക് നമ്മുടെ ഫേവറിൻ ടേംസിൽ ഈ ഒരു ബയലാറ്ററൽ അഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യയിൽ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ഇതിലുള്ള നമ്മളായിട്ട് പ്രോബ്ലംസ് ആയിട്ടുള്ള എമർജിങ് ഇഷ്യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യയിലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്ക്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.